നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 70. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 70. ഇന്ന് 1-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ശ്ലോകം ഇങ്ങനെയാണ്: അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാതാ ഒരു ക്രമാം ദർശയൻ വർമ്മധീരാണാം സർവാശ്രമ നമസ്കൃതം. അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഗുരുക്രമാം ദർശയൻ വർമ്മധീരാണാം സർവാശ്രമ നമസ്കൃതം. എന്താ ഇതിനർത്ഥം പറയാ? 8-ാമത്തെ അവതാരത്തിലെ നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ അവതരിച്ചു. ഭഗവാൻ എല്ലാ ആശ്രമങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന മാർഗത്തെ പണ്ഡിതന്മാർക്ക് കാണിക്കുന്നവനായിരുന്നു. പണ്ഡിതന്മാർക്ക് കാണിക്കുന്നവൻ. അപ്പോൾ നമ്മൾ എന്ത് വേണം? പാണ്ഡിത്യം നേടണം. എന്താ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ? പഠിക്കണം, പഠിച്ച് കേമനാവണം. അങ്ങനത്തെവർക്കും ഭഗവാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? എല്ലാ ആശ്രമങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന. അപ്പോൾ ബ്രാഹ്മണർ മാത്രമാണോ ഈശ്വരനെ നമസ്കരിക്കുന്നത്? അല്ല. ക്ഷത്രിയർ ഉണ്ട്, വൈശ്യരുണ്ട്, ശൂദ്രരുണ്ട്. എല്ലാ ആശ്രമങ്ങളാലും നമസ്കരിക്കപ്പെടുന്ന മാർഗത്തെ പണ്ഡിതന്മാർക്ക് കാണിക്കുന്നവനായിരുന്നു. ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതല്ല ഭാഗവതം പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണു. 8-ാമത്തേതിൽ ഭഗവാൻ അഗ്നീന്ദ്രപുത്രനായ നാഭിയുടെ ഭാര്യയായ മേരുദേവിയിൽ ഋഷഭൻ എന്ന പേരോടുകൂടെ അവതരിച്ചു. സകല ആശ്രമങ്ങളിലുള്ളവരും നമസ്കരിക്കുന്നതും അവസാനത്തേതുമായ പരമഹംസന്മാരുടെ ധർമ്മത്തെ, പാണ്ഡിത്യമുള്ളവരിൽ അഗ്രശ്രേണിയിലുള്ളവർ ധർമ്മത്തെ പണ്ഡിതന്മാർക്ക് തൻ്റെ അനുഷ്ഠാനത്താൽ ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാൻ ഓരോ അവതാരം ചെയ്യുന്നത് പണ്ഡിതന്മാർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അഹം ബ്രഹ്മാസ്മി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, ഈ മഹാവാക്യങ്ങളിൽ കൂടെ ഈശ്വരനെ അനുസന്ധാനം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മാന്യ പദവിയുണ്ട്. എന്താ അത്? അവരെ താഴേക്കടയുള്ള ആൾക്കാരെ കൈപ്പിടിച്ച് ഉയർത്തണം. അടുത്ത ശ്ലോകം 14. ഋഷിഭിര്യാചിതോ ഭേജേ നവമം പാർത്ഥിവം ബഭു ദുഗ്ധേ മാമൗഷധീ വിപ്രാസ്തേനായാം സൗഷത്തമാം. ഋഷിഭിര്യാചിതോ ഭേജേ നവമം പാർത്ഥിവം ബഭു ദുഗ്ധേ മാം ഔഷധീർവിപ്രാസ്തേനായാം സ ഉത്തമ. അതിനർത്ഥം പറയാം, ഋഷികളാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് 9-ാമത് പൃഥുവെന്ന പേരോടുകൂടിയ ശരീരത്തെ ഭജിച്ചു. ഹേ വിപ്രന്മാരെ, ഈ ഭൂമിയെ ഔഷധികളെ കറന്ന്, അതുകൊണ്ട് ഈ അവൻ, അവിടെ അയംസ എന്ന സംസ്കൃതത്തിലെ. അപ്പോൾ ഈ അവൻ എന്ന് പറഞ്ഞെന്താ? ഇവിടെ പറഞ്ഞു വരുന്ന അവൻ. ഈ എന്നുള്ളത് അടുപ്പത്തെയും അവിടെ എന്നുള്ളത് ദൂരത്തെയും കാണിക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഈ അവൻ ഏറ്റവും കമനീയനാകുന്നു. ആരെ? പൃഥു ചക്രവർത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹേ ബ്രാഹ്മണരെ, ഋഷികളുടെ പ്രാർത്ഥനയെ അനുസരിച്ച് ഭഗവാൻ 9-ാമതായിട്ട് പൃഥു ചക്രവർത്തിയായി അവതരിച്ചു.
പരമപരാക്രമത്തെ പ്രകാശിപ്പിച്ച ആ ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്ന് ജനക്ഷേമത്തിന് ആവശ്യമായ സകല വസ്തുക്കളെയും കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി ദേവി നമ്മുടെയൊക്കെ അമ്മയാണ്. അമ്മയോട് പ്രാർത്ഥിക്കണം. എനിക്ക് കരിമ്പ് കൃഷി വേണമെങ്കിൽ അമ്മ കരിമ്പ് കൃഷി ചെയ്യാൻ പറയും. ഈ മണ്ണിൻ്റെ സംയോഗം കൊണ്ട് കരിമ്പിന് മധുരം ഉണ്ടാവണം. മുളക് കൃഷി ചെയ്യണവനോ മണ്ണിൻ്റെ സംയോഗം കൊണ്ട് എന്താ ഉണ്ടാവണത്? വിത്തിൻ്റെ ഗുണം കൊണ്ട് എരിവുണ്ടാവണം. ഇങ്ങനെ പല പല കാര്യങ്ങളും ഭൂമിദേവി നമുക്ക് തന്നിട്ടും ആ ഭൂമിദേവീനെ നമ്മൾ അലക്ഷ്യമായി, ലക്ഷ്യപ്രാപ്തി ഇല്ലാതെയുണ്ടെന്ന് അർത്ഥം. അലക്ഷ്യമായിട്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കളയ്ക്കണു, മറയ്ക്കണു. ആ അമ്മയുടെ മാറാണ് കേടുവരുത്തുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ ഉരുൾപൊട്ടലും അസമയത്തുണ്ടാവുന്ന സുനാമി, ഭൂമി കുലുക്കൊക്കെ ഉണ്ടാവാനുള്ള കാരണം. ഭൂമിയെ വേണ്ട മാതിരി നമ്മൾ കരുതണില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയണു, ഹേ ബ്രാഹ്മണരെ, ഋഷികളുടെ പ്രാർത്ഥനയെ അനുസരിച്ച് ഭഗവാൻ ഒമ്പതാമായിട്ട് പൃഥുചക്രവർത്തിയായി അവതരിച്ചു. പരമപരാക്രമത്തെ പ്രകാശിപ്പിച്ച ആ ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്ന് ജനക്ഷേമത്തിനാവശ്യമായ സകല വസ്തുക്കളെയും കറന്നെടുത്തു. അതിനാൽ ആ അവതാരം ഏറ്റവും മനോഹരമായിട്ടുള്ളതാകുന്നു എന്നൊരു കൺഫഷൻ. ആരെ? വേദവ്യാസർ. ഇനി 15-ാമത്തെ ശ്ലോകം. രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ നാവ്യ ആരോപ്യ. അവിടെ ഭയങ്കര രസമായിട്ടുള്ളൊരു വാക്കാ. നാവ്യ ആരോപ്യ മഹീമയ്യാം അപാദൈവ സ്വതം മനും. രൂപം സജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ നാവ്യ ആരോപ്യ മഹിമായാം അപാദൈവ സ്വതം മനും. ഈ നാവ്യ ആരോപ്യ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പലിൽ കയറിയെന്ന ആരോപ്യ. അല്ലാണ്ട് നവ്യാരോപ്യ എന്ന് പറഞ്ഞാൽ സംഗതി മാറി. നവ്യ ആരോപ്യ, നൗകയിൽ കയറിയിട്ട്. ഞാൻ ചെറുതായിട്ടുള്ള സൂത്രപ്പണിയൊക്കെ പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെന്താ അർത്ഥം പറയുക? ചാഷുഷം എന്നു പേരായ മന്വന്തരത്തിൽ ഉണ്ടായ പ്രളയത്തിൽ ആ ഭഗവാൻ മത്സ്യരൂപത്തെ സ്വീകരിച്ചു. ആരെ? ഭഗവാൻ വിഷ്ണു. ഭൂമിയുടെ വികാരമായി ഭവിച്ച തോണിയിൽ, ഭൂമിയുടെ അതെ തോണിയിൽ, അതായത് ഭൂമിയുടെ വികാരമായി ഭവിച്ച ഭൂമിയിൽ നടത്തം പ്രളയത്തിൽ കയറ്റിയിട്ട് വൈവസ്വത മനുവിനെ പാലിച്ചു. ഇനി അതിൻ്റെ എന്താ പറയുക ഭാവാർത്ഥം. ചാക്ഷുഷം എന്നു പേരായ മന്വന്തരത്തിൽ അവസാനത്തിൽ സമുദ്രങ്ങളെല്ലാം ഒന്നായി ചേർന്ന് പ്രളയമുണ്ടായി. അപ്പോൾ ഭഗവാൻ മത്സ്യാവതാരത്തെ സ്വീകരിച്ചു. മന്വന്തരാവസാനത്തിൽ പ്രളയം പതിവില്ല എങ്കിലും ഏതോ ഒരു കൗതുകത്താൽ സത്യവ്രതനെന്ന രാജാവിനെ പ്രളയരൂപേണ മോഹിപ്പിച്ചു. ഭൂമിയെ തന്നെ തോണിയാക്കിയെന്ന ഭൂമിയെ തന്നെ തോണിയാക്കി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രളയം ഭൂമിയെ ആക്രമിച്ചിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചത് ഒരു തോണീനെ മറ്റേ മത്സ്യമൂട്ടിയുടെ കൊമ്പിൽ വാസുകി എന്ന കയറുകൊണ്ട് കെട്ടിച്ചു. അത് കഥ. ആഖ്യാനം വരുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂമിയെ തന്നെ തോണിയാക്കി ആ രാജാവിനെ ആ തോണിയിൽ കയറ്റി രക്ഷിച്ചു, ഭൂമിയിൽ പരിപാലിച്ചു എന്നർത്ഥം. ആ സത്യവ്രതൻ ഇനിമേൽ വൈവസ്വത മനുവായി തീരും. അതുകൊണ്ടാണ് ഇവിടെ വൈവസ്വത മനുവിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞത്. അത് ഈ തോണിയുടെ കാര്യം ഭൂമിയെ തന്നെ തോണിയാക്കി എന്നൊക്കെ പറഞ്ഞത് ഏതുപോലെ ആയിട്ടുണ്ടോ? ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ പറയുണ്ടായി, ബ്രഹ്മാവ് താമര സദൃശമായ ഭൂമിയിൽ സൃഷ്ടി ചെയ്തു എന്നാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു താമര മാതിരിയാണ് നിൽക്കുന്നത്.
ബാക്കിയുള്ള വൻകരകൾ കൂടി ഏകഛത്രാധിപതികളായിട്ട് രാജാക്കന്മാർ, ഭാരതത്തിലെ ചക്രവർത്തിമാരായിരുന്നു 7 വൻകരകളെ പരിപാലിച്ചതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് അഭിമാനം തോന്നണ്ടേ? സനാതന ധർമ്മത്തിലുള്ളവർക്ക് എന്തുകൊണ്ട് തോന്നണില്ല? ഈ ഒരു വിചാരം അവർക്കില്ല. വികാരമല്ല, വിചാരമില്ല. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കിക്കോളൂ, 16. സുരാസുരാണാം ഉദധിം മഗ്നതാം മന്ദരാചലം ദധ്രേ കമടരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. സുരാസുരാണാം ഉദധീം മഗ്നതാം മന്ദരാചലം ദധ്രേ കമടരൂപേണ പൃഷ്ട ഏകാദശേ വിഭു. അതായത് ഉദതി എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ മഥനം ചെയ്യുന്ന ദേവന്മാരുടെയും അസുരന്മാരുടെയും മന്ദരപർവ്വതത്തെ 11ാമത്തെ അവതാരത്തിൽ ഭഗവാൻ ആമയായിട്ട് പൃഷ്ഠത്തിൽ ധരിച്ചു. 11ാമത്തെ അവതാരം പിന്നെ സാമാന്യം അർത്ഥം പറയുകയാണെങ്കിൽ ദേവന്മാരും അസുരന്മാരും കൂടെ സമുദ്രമഥനം ചെയ്തപ്പോൾ കടകോലാക്കി കൽപ്പിച്ചിരുന്ന മന്ദരപർവ്വതം സമുദ്രത്തിൽ താണുപോയി. തൽക്ഷണം ഭഗവാൻ 11ാമത്തെ അവതാരം ആമയായി അവതരിച്ച് പൃഷ്ഠഭാഗത്തിൽ ആ മന്ദരപർവ്വതത്തെ ധരിച്ച് നിലയ്ക്ക് നിർത്തി, യഥായോഗ്യം നിലനിർത്തി. 17ാമത്തെ ശ്ലോകം. ധാന്വന്തരം ദ്വാദശമം ത്രയോദശം ഏവച അപായയൽ സുരാനാന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാം. ധാന്വന്തരം ദ്വാദശമം 12ാമത്തെ അവതാരം, ത്രയോദശമേവച 13ാമത്തെയും, അപായയൽ സുരാസുരന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാം. അതായത് ഭഗവാൻ ധാന്വന്തരമൂർത്തിയായിട്ടും അവതരിച്ചു. പിന്നെ 12ാമത്തത് ദ്വാദശം എന്ന് പറഞ്ഞു. 13ാമത്തത് എന്താ? മോഹിനി രൂപത്തെ ധരിച്ച് അവതാരം ചെയ്തു എന്നർത്ഥമായി. അപ്പോൾ പറഞ്ഞു 12ാമത്തേത് ധന്വന്തരിയെ സംബന്ധിച്ച് മോഹിനി എന്നു പേരായ സ്ത്രീരൂപത്താൽ ദേവന്മാരല്ലാത്തവരെ, അതായത് അസുരന്മാരെ മോഹിപ്പിക്കുന്നവനായിട്ട് ദേവന്മാരെ അമൃതം പാനം ചെയ്യിച്ചു. 13ാമത്തേതാണ് മോഹിനിയുടെ. അപ്പോൾ അതിന് ഭാവാർത്ഥം പറയുമ്പോൾ പറയാം, 12ാമതായിട്ട് ധന്വന്തരിയായി അവതരിച്ചിട്ട് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് അമൃതപാത്രത്തോടുകൂടെ മുകളിലേക്ക് വന്നു. ആ അമൃതത്തെ അസുരന്മാർ കൊണ്ടുപോയതിനാൽ മോഹിനി രൂപം ധരിച്ച ഭഗവാൻ ആ സ്ത്രീരൂപത്തെ കൊണ്ട് അസുരന്മാരെ മോഹിച്ച് അമൃതം അവരിൽ നിന്ന് വീണ്ടെടുത്ത് ദേവന്മാരെ പാനം ചെയ്യിച്ചു. അതാണ് 13ാമത്തെ അവതാരം മോഹിനി രൂപമായിട്ടാണെന്ന് സിദ്ധിച്ചു. 18ാമത്തെ ശ്ലോകം. ചതുർദശം നാരസിംഹം ബിഭ്രദ്രൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യേരകാം കടഗൃധൃധാം. ചതുർദശം നാരസിംഹം ബിഭ്രദ്രൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസ്യ ഏരകാം കടഗൃധ്യതാം. 14ാമത് നരസിംഹാവതാരം. 14ാമത് നരസിംഹരൂപത്തെ ഭരിച്ചിട്ട് മഹാബലവാനായ ഹിരണ്യകശിപുവിനെ മാറിടത്തിൽ നഖങ്ങൾ കൊണ്ട് പായയുണ്ടാക്കുന്നവൻ ഏരകം എന്ന പുല്ലിനെ പോലെ കീറി. കൈകളെ കൊണ്ട് ഏരകം എന്നുള്ള പുല്ല് എവിടെ കണ്ടിട്ടുള്ളത്? ഭാഗവതം ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ സത്യഭാമയുടെ മകനായിരിക്കുന്ന സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ച് സപ്തർഷികൾ വരുമ്പോൾ ഇവള് പ്രസവിക്കണ കുട്ടി ആണാവോ പെണ്ണാവോ ചോദിച്ചു. ആഹാ, നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുകയാണല്ലേ. ഇയാൾ
പ്രസവിക്കുന്നത് ഒരു ഒലയ്ക്കാവും, ഇരുമ്പൊലയ്ക്കാവും എന്നാണ് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇരുമ്പൊലയ്ക്കേനെ പ്രസവിച്ചു ഇയാൾ. എല്ലാ കാര്യവും ശ്രീകൃഷ്ണനോട് പറഞ്ഞിട്ടേ ഉഗ്രസേന മഹാരാജാവ് ഒരു തീരുമാനം എടുക്കുള്ളൂ. ഈ ഒരു കാര്യം മാത്രം ഭഗവാനോട് പറഞ്ഞില്ല. ഭഗവാൻ അറിയാണ്ട് ഇതിനെ രാവി കടലിൽ സമുദ്രത്തിൽ കലക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി രാവി പൊടി, ഈ ഇരുമ്പ് പൊടി സമുദ്രത്തിൽ കലക്കി ചെറിയൊരു കഷ്ണം ബാക്കി വന്നത് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തിരമാലകൾ ആ പൊടികളൊക്കെ ഈ കടത്തീരത്ത് കൊണ്ടുവന്നിട്ട് ഏരകപ്പുല്ലുകളാക്കി വളർത്തി. ഈ കടലിലേക്ക് എറിഞ്ഞ കഷ്ണം ഒരു മാൻ തിന്നു. അത് വലയിൽ വന്ന് വല വീശിയ ആൾ ഒരു വേടന് കൊടുത്തു. വേടൻ ആ കഷ്ണത്തെ ഒരച്ച് കൂർപ്പിച്ച് ഒരു അമ്പുണ്ടാക്കി. ആ അമ്പുകൊണ്ടാണ് കൃഷ്ണ ഭഗവാൻ സമാധി രൂപത്തിലിരിക്കുമ്പോൾ കാലിൻ്റെ പടം മാനിൻ്റെ കഴുത്താണെന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. ഈ കഥകളൊക്കെ നമ്മൾക്ക് മനസ്സിലായാൽ എന്താ സന്തോഷിച്ചുണ്ടോ? തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കണം എന്നുള്ളത് രാമാവതാര കാലത്ത് ബാലിനെ മരത്തിൻ്റെ പിന്നിൽ മറിഞ്ഞു നിന്നിട്ടാണ് ശ്രീരാമൻ എഴുതത്. അപ്പോൾ ബാലി ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ടിട്ടാണ് അങ്ങ് സുഗ്രീവൻ്റെ ഒപ്പം സഖ്യം ചെയ്തത്? ഈ രാവണനെ ഞാൻ എൻ്റെ വാലിൽ ബന്ധിച്ച് കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും ചെയ്യുന്ന തർപ്പണത്തിന് അതാത് കടലിൽ പോയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒക്കെ ഈ രാവണൻ എൻ്റെ വാലുമ്പ് കെട്ടിക്കിടക്കുക, എൻ്റെ മൂത്രവും മലും ഒക്കെ തലയിലായിട്ട് ആണ് രാവണൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കഥ വളരെ ഹൃദയസ്പർശിയാണ്. അപ്പോൾ സുഗ്രീവനെ കൊണ്ട് അസാധ്യമായത് എനിക്ക് സാധിക്കുമല്ലോ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ മറിഞ്ഞ് ചെയ്ത് കൊന്നത്? അപ്പോൾ അതിന് ബുദ്ധിയുള്ള ഗുരുക്കന്മാരെ കിട്ടണം, അർത്ഥം അറിയണമെങ്കിൽ. ഒന്ന് ബാലിക്കൊരു വരണ്ട്, എന്താ? നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യുന്നവരുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. അപ്പോൾ ബാലിനെ ആർക്കും യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ബാലി ചെയ്ത തെറ്റ് തൻ്റെ അനിയനായിരിക്കുന്ന സുഗ്രീവൻ്റെ ഭാര്യയുടെ ഇഷ്ടമില്ലാണ്ട് തൻ്റെ ഭാര്യയായിട്ട് വെച്ചു. അപ്പോൾ ചക്രവർത്തി, അശോധ്യയിലത്തെ ചക്രവർത്തി എന്നുള്ള നിലയ്ക്ക് ശ്രീരാമന് ബാലിയെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ ഋഷിമാരുടെ ഈ ശാപം നോക്കിയിട്ടാണ് ഭഗവാൻ മറിഞ്ഞു നിന്ന് യുദ്ധം അമ്പ ചെയ്തത്. അപ്പോൾ ഈ രാമായണത്തിലും ഭാഗവതത്തിലും നല്ല ഭാരതത്തിലൊന്നും നിങ്ങൾ തലകുത്തി നിന്നാലും ഒരു തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രയും ഫുൾ പ്രൂഫാണ് അതൊക്കെ. പക്ഷെ ശരിക്കും പഠിക്കണം. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, അതെ, ഈ ഏരകപ്പുല്ല് എന്നുള്ള കാര്യം വന്നപ്പോൾ അതിങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. 14ാമത്തെ അവതാരം നരസിംഹം അതിശക്തിമാനും അസുര അധിപതിയുമായ ഹിരണ്യകശിപുവിനെ കൈനകൾ കൊണ്ട് പുൽപ്പായുണ്ടാക്കുന്നവൻ ചെങ്ങോൽ എന്ന പുല്ലിനെ പൊളിക്കുന്നത് പോലെ മാറിടത്തെ പൊളിച്ചു വേർപെടുത്തി. അപ്പോൾ ഈ ചെങ്ങോൽ എന്ന് പറയുന്നതും ഈ എന്താണ് പറയുക, ഏരകം എന്ന പുല്ലും ഒന്നുതന്നെയാണെന്ന് മനസ്സിലാക്കും വേണം കേട്ടോ. അപ്പോൾ ഈ ഏരകം എന്ന് വന്നപ്പോഴാണ് നമുക്ക് ഈ കഥയൊക്കെ പറയേണ്ടി വന്നത്. ഇനി 19ാമത്തെ ശ്ലോകം പറയാം. പഞ്ചദശം വാമനകം കൃത്വാഗാധദ്വരം ബലേ പദത്രയം യാജമാന പ്രത്യാധിസുസ്ത്രിവിഷ്ടപം. എന്താ ശ്ലോകം? 15ാമത്തത് വാമനം എന്നുള്ള അവതാരമാണ്. കൃത്വാഗാധദ്വരം ബലേ, ബലിയുടെ പദത്രയം യാജമാന, 3 അടി മണ്ണ് യാചിച്ചു. പ്രത്യാദിൽ സുസ്ത്രിവിഷ്ടപം, അതിനർത്ഥം പറയണത് 15ാമത് വാമനരൂപത്തെ എടുത്തിട്ട് 3 ലോകത്തെ മടക്കിയെടുപ്പാൻ ആഗ്രഹിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ തോൽപ്പിച്ചിട്ടാണ് ബലി അധികാരം ഏറ്റത്. അപ്പോൾ ഇന്ദ്രൻ്റെ അമ്മ ഭഗവാനെ തപസ് ചെയ്ത്
ഈ നഷ്ടം വന്ന ദേവലോകം തിരിച്ചു കൊടുക്കത്തക്ക വിധത്തിലൊരു ഉണ്ണി ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതാണ് വാമനൻ. അപ്പോൾ വാമനനായിട്ട് മഹാബലിയെ 3 അടി മണ്ണ് യോജിക്കുന്ന വ്യാജേന അദ്ദേഹത്തെ തോൽപ്പിച്ചു. അതാണ് ഇവിടെ യാചിക്കുന്നവനായിട്ട് ബലിയുടെ യാഗശാലയെ പ്രാപിച്ചു. ആരെ? ഭഗവാൻ. അപ്പോൾ അതിൻ്റെ സാമാന്യ അർത്ഥം എങ്ങനെ പറയാം? 15ാമത് ഭഗവാൻ വാമന രൂപത്തെ എടുത്തു. മഹാബലി അടക്കിയിരുന്ന 3 ലോകത്തെ 3 അടിയായിട്ട് അവനിൽ നിന്ന് മടക്കി വാങ്ങി ഇന്ദ്രന് കൊടുപ്പാനായിട്ട് മഹാബലിയുടെ യാഗശാലയിൽ 3 അടി മണ്ണ് യാചിപ്പാനായിട്ട് ചെന്നു. കഥ എല്ലാവർക്കും അറിയാം, കാര്യം അറിയില്ല അത് മാത്രം. ഇനി 20ാമത്തെ ശ്ലോകം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രോഹോ നൃപാൻ സപ്തകൃത്വ കുപിതോ നക്ഷത്രം അകരോന്മഹീം. എന്താ പറഞ്ഞത്? അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രോഹോ നൃപാൻ സപ്തകൃത്വ കുപിതോ നിക്ഷത്രാമകരോന്മയീം. അതായത് പരശുരാമനായിട്ട് അവതാരം ചെയ്ത് 21 വട്ടം ഭൂമിയിൽ നിന്ന് ക്ഷത്രിയന്മാരെ ഇല്ലാതെകണ്ടാക്കി എന്നാണ് അർത്ഥം പറയുന്നത്. 16ാമത്തെ അവതാരത്തിൽ രാജാക്കന്മാരെ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവരായിട്ട് കാണുന്നവനായിട്ട് കോപിച്ചവനായിട്ട് 21 പ്രാവശ്യം ഭൂമിയെ ക്ഷത്രിയന്മാരോട് കൂടാത്തതായിട്ട് ചെയ്തു, അവർ വധിച്ചു. ഏകദേശം ഈ ശ്ലോകങ്ങൾ ചാക്യാന്മാർ കൂത്തുപറയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഘടന. അല്ലെങ്കിൽ ഭാഗവതത്തിൽ അല്ലെങ്കിൽ നാരായണീയത്തിലെ ശ്ലോകങ്ങളൊക്കെയാണ് ചാക്യാന്മാർ അർത്ഥം പറയാൻ എടുക്കുക. ഒരു ശ്ലോകം എടുത്താൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ കഥ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 16ാമത്തേത് പരശുരാമാവതാരം. രാജാക്കന്മാർ ബ്രാഹ്മണദ്വേഷികളായിരിക്കുന്നതിനെ അറിഞ്ഞിട്ട് 21 പ്രാവശ്യം അവരെ മൂലച്ഛേദം ചെയ്തു ഭൂമിയിൽ ദുഷ്ടക്ഷത്രിയന്മാരെ ഇല്ലാതാക്കി. അപ്പോൾ ഈ ദുഷ്ടക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രാഹ്മണരെ ദ്രോഹിക്കുന്നവർ. സത്യത്തിൽ രാജാക്കന്മാരുടെ കുലഗുരു ആരായിരിക്കും? ബ്രാഹ്മണരാവും. ചിലവർ തന്നിഷ്ടം പോലെ ഭരിക്കും. അപ്പോൾ ബ്രാഹ്മണ്യം ഈ ലോകത്തില്ലാതെ കണ്ടായാൽ ക്ഷത്രിയന്മാർക്ക് നേരെ ചൊവ്വ ഭരിക്കാൻ അറിയില്ല. അപ്പോൾ വർണ്ണ സമ്പ്രദായത്തിൽ ബ്രാഹ്മണർ മേലെയാണെങ്കിലും രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് 64 കലകളുള്ളത് കൊണ്ട് മഹാവിഷ്ണുവാണ് രാജാവ്. അപ്പോൾ ആ രാജാവിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടത് പറഞ്ഞു കൊടുക്കുന്ന ആരാ? ബ്രാഹ്മണരാണ്. വെറുതെ അല്ല ബ്രാഹ്മണരെ ഭഗവാൻ കൃഷ്ണൻ ആരാധിക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ബ്രാഹ്മണരെ എന്ന് പറഞ്ഞാൽ ആരാ? യോനിജന്മാരല്ല, ബ്രാഹ്മണ്യം നേടിയെടുത്തിട്ടുള്ളവരാ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി 21ാമത്തെ ശ്ലോകം പറയണു. തത സപ്തദശേ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖാൻ ദൃഷ്ട്വാ പുംസോ അല്പമേധസാം. തത സപ്തദശേ ജാത സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസോ അല്പമേധസാ. അതിനർത്ഥം പറയാം. 17ാമത് വ്യാസാവതാരം പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി അവതരിച്ചു. ജനങ്ങൾക്ക് വേദങ്ങളെ അറിവാനുള്ള ബുദ്ധി പോരാതായിരിക്കുന്നുവെന്ന് കണ്ടതിനാൽ വേദമാകുന്ന വൃക്ഷത്തിന് ശാഖകളെ കൽപ്പിച്ചു. അല്ലെങ്കിൽ വേദങ്ങളെ വിന്യസിച്ച വേദവ്യാസ മുനിയായിട്ട് ഭഗവാൻ അവതരിച്ചു. ചില എന്താ പറയുക, സനാതനധർമ്മത്തിനെ അവഹേളിക്കുന്ന ആൾക്കാർ പ്രഭാഷണം ചെയ്യും.
പരാശരൻ ഒരു മുക്കുവസ്ത്രീയരുണ്ടായിട്ടുള്ളവനല്ലേ വേദവ്യാസൻ. അപ്പോൾ വേദവ്യാസൻ അരേ കുടുംബത്തിലുണ്ടായിരുന്നവനല്ലേ? ആയിക്കോട്ടെ, അരേ കുടുംബത്തിലായിക്കോട്ടെ. അപ്പോൾ ബ്രാഹ്മണന് നേടി വരുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് വർഗ്ഗമായ എന്താ? അപ്പം നമ്മുടെ ആൾക്കാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് ചെറുത്ത് നിൽക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ എന്താവും? നമ്മളൊക്കെ ഊളന്മാരായിട്ട് തീരും. അത് വരരുത്. പഠിക്കണം. ആരോടും തല നിവർത്തി നിന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഭാവാർത്ഥം പറയുകയാണെങ്കിൽ 17ാമത് വ്യാസാവതാരം പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി അവതരിച്ചു. ജനങ്ങൾക്ക് വേദങ്ങളെ അറിവാനുള്ള ബുദ്ധി പോരാതായിരിക്കുന്നുവെന്ന് കണ്ടതിനാൽ വേദമാകുന്ന വൃക്ഷത്തിന് ശാഖകളെ കൽപ്പിച്ചു എന്ന്. അത് ഇനി 22ാമത്തെ ശ്ലോകം. നരദേവത്വമാപന്ന സുരകാര്യ ചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണതപരം. നരദേവത്വമാപന്ന സുരകാര്യ ചികീർഷയാം സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. അതിനർത്ഥം അതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം? വ്യാസാവതാരത്തിൻ്റെ ശേഷം ദേവകാര്യത്തെ ചെയ്യുവാനുള്ള താല്പര്യത്തോടു കൂടെ രാജാവെന്ന അവസ്ഥയെ പ്രാപിച്ചവനായിട്ട് സമുദ്രത്തെ ബന്ധിക്കുക മുതലായ പരാക്രമങ്ങളെ ചെയ്തു. ശ്രീരാമനായിട്ട് നടത്തും. 18ാമത് ശ്രീരാമാവതാരം ദേവന്മാർക്ക് രാക്ഷസന്മാർ നിമിത്തമുള്ള ദ്രോഹങ്ങളെ തീർത്ത് ദേവലോകത്തെയും ഭൂലോകത്തെയും രക്ഷിക്കുവാനായിട്ട് ഭഗവാൻ രാജാവായി അവതരിച്ചു. സമുദ്രബന്ധനം മുതലായ പരാക്രമങ്ങൾ, സമുദ്രബന്ധനം മുതലായ പരാക്രമ സാധ്യങ്ങളായ പ്രവൃത്തികളെ ചെയ്ത് ലോകത്തെ രക്ഷിച്ചു എന്നതിനർത്ഥം. ഇനി 23ാമത്തെ ശ്ലോകം. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവ് ഇതി ഭുവോ ഭഗവാൻ അഹർദൽ ഭരം. ഇവിടെയാണ് ബലരാമനും ശ്രീകൃഷ്ണനായിട്ട് വരണമെന്ന് പറഞ്ഞത്. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി, വൃഷ്ണികുലത്തെ പ്രാപിച്ച് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു എന്നാ. രാമകൃഷ്ണ വിധി ഭുവോ ഭഗവാൻ അഹരൽ ഭരം. അതായത് 19ാമത്തേതിലും 20ാമതേതിലും ബലരാമൻ ശ്രീകൃഷ്ണൻ എന്നു പേരോടുകൂടി വൃഷ്ണികളിൽ 2 മൂർത്തികളെ പ്രാപിച്ചിട്ട് ശ്രീഹരി ഭൂമിയുടെ ഭാരത്തെ ഹരിച്ചു. അഹരത്, ഹരിച്ചു. സിമ്പിളായിട്ട് ഇങ്ങനെ പഠിച്ചു പോവാം. അതിൻ്റെ സാമാന്യ അർത്ഥം പറയുമ്പോൾ 19ാമത് ബലരാമാവതാരം, 20ാമത് കൃഷ്ണാവതാരം. ഈ 2 അവതാരവും ഒരേ കാലത്തുണ്ടായി. വൃഷ്ണിവംശത്തിൽ ബലരാമനെന്നും ശ്രീകൃഷ്ണനെന്നും പേരുകളെ വഹിച്ച് അവതരിച്ച ഭഗവാൻ ഭൂമിക്ക് ഭാരമായ ദുർജനങ്ങളെ സംഹരിച്ച് ഭൂമിയെ രക്ഷിച്ചു. ഇനി 24ാമത്തെ ശ്ലോകം എന്താ? തതഃ കലോ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ അജനസുത കീകടേഷു ഭവിഷ്യതി. വരാൻ പോകുന്ന കാര്യത്തെ പ്രവചിക്കുകയാണ്. തതഃ കലോ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംന അജനസുത കീകടേഷു ഭവിഷ്യതി. അതിനർത്ഥം പറയാം. പിന്നെ തദനന്തരം ബലരാമനും ശ്രീകൃഷ്ണനുമായി അവതരിച്ചതിൻ്റെ ശേഷം കലി നന്നായി പ്രവർത്തിക്കുമ്പോൾ ദേവശത്രുക്കളുടെ സമ്മോഹത്തിനായി കൊണ്ട് ബുദ്ധൻ എന്ന പേരോടുകൂടെ അജനപുത്രനായിട്ട് കീകട രാജ്യത്തിൽ ഭവിക്കും. ഫ്യൂച്ചർ ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എങ്ങനെ പറയാം? 21ാമത്തേത് ബുദ്ധാവതാരം. ഇനിമേൽ സത്രത്തിനു ശേഷം ഉണ്ടാവാൻ പോകുന്നു. കലിയുടെ പ്രവൃത്തി എങ്ങും ഒരുപോലെ പിടികൂടിയിരിക്കുമ്പോൾ കീകട രാജ്യങ്ങളിൽ കപിലവസ്തുവെന്ന സ്ഥലത്ത്
അജനൻ എന്ന രാജാവിൻ്റെ പുത്രനായി ബുദ്ധൻ എന്നു പേരോടുകൂടെ ഭഗവാൻ അവതരിക്കും. ദേവശത്രുക്കളെ തൻ്റെ ഉപദേശത്താൽ മോഹിപ്പിക്കും. ഇത് പ്രത്യേക ശ്രദ്ധ. ദേവശത്രുക്കളെ തൻ്റെ ഉപദേശത്താൽ, അതായത് പാഖണ്ഡമതം അങ്ങനെ ശിവനെ ഉപദേശിച്ചിട്ടും വരും, ബുദ്ധനെ ഉപദേശിച്ചിട്ടും. അപ്പോൾ ബുദ്ധൻ്റെ എല്ലാ ഇതും സാത്വികമല്ല, സാത്വികമായത് മാത്രമേ വഴങ്ങൂ, അത് വേറൊരു കാര്യം. അപ്പോൾ എന്താവട്ടെ, 25-ാമത്തെ ശ്ലോകം. അധാസു യുഗസന്ധ്യായാം ദസ്യു പ്രായേഷു രാജസു ജനിതാ വിഷ്ണുയശസോ നാംനാ കലിഗിർജഗൽപതി. അധാസു യുഗസന്ധ്യായാം ദസ്യു പ്രായേഷു രാജസു ജനിതാ വിഷ്ണുയശസോ നാംനാ കലിഗിർജഗൽപതി. എന്താണർത്ഥം? തദനന്തരം പിന്നെ ഈ ലോകനാഥൻ ഭഗവാൻ ശ്രീഹരി യുഗാവസാനത്തിൽ രാജാക്കന്മാർ കള്ളന്മാരെ പോലെ ആയിരിക്കുമ്പോൾ, രാജാക്കന്മാർ കള്ളന്മാരെ പോലെ അല്ലെങ്കിൽ ഭരിക്കുന്നവരെ കള്ളന്മാരെ പോലെ ആവാന്ന് പറഞ്ഞാൽ അതാവും കൂടുതൽ സൗകര്യം മനസ്സിലാക്കാൻ. വിഷ്ണു യശസ്സിൽ നിന്ന് കൽക്കി എന്ന നാമത്തോടു കൂടെ ജനിക്കും. ആരെ? ഭഗവാൻ ശ്രീഹരി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. 22ാമത് കൽക്കി അവതാരം, അതും മേലിൽ ഉണ്ടാവാൻ പോകുന്നതാണ്. കലിയുഗത്തിൻ്റെ അവസാനഘട്ടത്തിൽ രാജാക്കന്മാർ ജനങ്ങളുടെ സമ്പത്തിനെ അപഹരിക്കുന്ന കള്ളന്മാർക്ക് തുല്യന്മാരായിരിക്കുമ്പോൾ അവരെ സംഹരിച്ച് ജനപരിപാലനം ധർമ്മപ്രകാരം നടത്തുവാൻ വേണ്ടി വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണനിൽ നിന്ന് കൽക്കി എന്ന പേരോടുകൂടെ ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ അവതാരം ചെയ്യും എന്ന് പറഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകം. അവതാരാഹി സംഘേയോ ഹരേ സത്വനിധേർദ്വിജാഃ യഥാവിദാസിന കുല്യാ സരസസ്യുഃ സഹസ്രശാം. അവതാരാഹി സംഘേയാ ഹരേ സത്വനിധേർദ്വിജാഃ യഥാവിദാസിന കുല്യാ സരസസ്യുഃ സഹസ്രശഃ. അതിനർത്ഥം പറയാം. ഹേ ബ്രാഹ്മണരെ, സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ ഹരിയുടെ അവതാരങ്ങൾ ക്ഷയിക്കാത്തതായ തടാകത്തിൽ നിന്ന് അല്പസരസ്സുകൾ അനേകമായിട്ട് ഭവിക്കും പോലെ. എന്താണ് അർത്ഥം പറയാം? ചെറിയ അരുവികളാണ് വലിയ നദിയായിട്ട് മാറുക. അതുപോലെ സംഖ്യാനിർണയം ചെയ്യുവാൻ കഴിയാത്തവ തന്നെ. എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഭഗവാന്റെ വിഭൂതികൾ. അതാണ് ഇനി ഭാവാർത്ഥത്തിൽ പറയുമ്പോൾ ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ സകല അവതാരങ്ങളെയും, ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ സകല അവതാരങ്ങളെയും ഉൾപ്പെടുത്തുവാനായി കൊണ്ട് സംഗ്രഹിച്ച് പറയുന്നു. ഹേ ബ്രാഹ്മണരെ, സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ ശ്രീഹരിയുടെ അവതാരങ്ങൾ എപ്പോഴും ക്ഷയിക്കാത്ത ഉറവോടുകൂടിയ തടാകത്തിൽ നിന്ന് അനേകം തോടുകൾ ഉണ്ടാകുന്നത് പോലെ സാഖ്യാനിർണയം ചെയ്യുവാൻ കഴിയാത്ത വിധം അധികരിച്ചിരിക്കുന്നു എന്ന് അർത്ഥം പറയണം. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.